ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്നുള്ള കാര്യമാണ്. സോ ഫ്ലെക്സിബിലിറ്റി എന്താണ്? ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂണിറ്റ് ഫോഴ്സ്. ഒരു യൂണിറ്റ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെ? ഇവിടെ ഒരു കണ്ടിന്യൂസ് ബീം കൺസിഡർ ചെയ്യുക. കണ്ടിന്യൂസ് ബീം കൺസിഡർ ചെയ്യുമ്പോൾ 1, 2, 3 എന്ന 3 പോയിന്റ് ഉണ്ട്. ആ 3 പോയിന്റിലും ഓരോ ലോഡ് ആക്ട് ചെയ്യുന്നു. P1, P2, P3 എന്ന് പറഞ്ഞിട്ട് ഓരോ ലോഡ് ആക്ട് ചെയ്യുന്നു. 1, 2, 3 എന്ന പോയിന്റ്സ്. ഒരു കണ്ടിന്യൂസ് ബീം ABCD കൺസിഡർ ചെയ്യുക. അവിടെ 3 പോയിന്റ്സ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ 3 പോയിന്റ്സിലും ലോഡ് ആക്ട് ചെയ്യുന്നു. P1, P2, P3 എന്ന് പറഞ്ഞിട്ട് അവിടെ ലോഡ് ആക്ട് ചെയ്യുന്നു. ഈ പറയുന്ന എക്സ്റ്റേണൽ ഫോഴ്സസിനെ ഒക്കെ ഞാൻ എന്ത് ചെയ്യാണ്? റിമൂവ് ചെയ്തതിനു ശേഷം ആ പോയിന്റ്സിലൊക്കെ ഈ പറയുന്ന 1, 2, 3 എന്ന പോയിന്റ്സിലൊക്കെ ഞാൻ എന്ത് അപ്ലൈ ചെയ്യാണ്? യൂണിറ്റ് ലോഡ് ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, ഓരോരോ പോയിന്റ്സിലായിട്ട് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ആദ്യം ഞാൻ പോയിന്റ് 1ൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്നു. എല്ലാ എക്സ്റ്റേണൽ ഫോഴ്സിനെ ഞാൻ എടുത്ത് റിമൂവ് ചെയ്തു. എന്നിട്ട് പോയിന്റ് 1ൽ ഞാൻ ആദ്യം എല്ലാ പോയിന്റിലും യൂണിറ്റ് ലോഡ് കൊടുക്കണം. ആദ്യത്തെ കണ്ടീഷൻ എന്താ? പോയിന്റ് 1ൽ ഒരു യൂണിറ്റ് ലോഡ് ഞാൻ എന്ത് ചെയ്യാണ്? കൊടുക്കുകയാണ്. അപ്പൊ പോയിന്റ് 1ൽ ഞാൻ യൂണിറ്റ് ലോഡ് കൊടുക്കുമ്പോൾ ഫ്ലെക്സിബിലിറ്റി അറ്റ് പോയിന്റ് 1, 2, 3 എന്ന് പറയുന്നത്, അതായത് 1ലെയും 2ലെയും 3ലെയും ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ F11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി അറ്റ് 1 ഡ്യൂ ടു ലോഡ് അറ്റ് 1 ആണ്. F21 എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി അറ്റ് 2 ഡ്യൂ ടു ലോഡ് അറ്റ് 1. F31 എന്ന് പറഞ്ഞാലോ ഫ്ലെക്സിബിലിറ്റി അറ്റ് 3 ഡ്യൂ ടു ലോഡ് അറ്റ് 1. അപ്പൊ ഓരോ പോയിന്റിലും ഞാൻ ഫസ്റ്റ് പോയിന്റിൽ ഞാൻ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് 1 എന്ന പോയിന്റിൽ ഞാൻ ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 1, 2, 3 എന്ന് പറയുന്ന ഓരോ പോയിന്റ്സിലും കിട്ടുന്ന ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് എന്താ? F11, F21 ആൻഡ് F31 ആണ്. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് പോയിന്റ് 2ൽ ഞാൻ എന്ത് അപ്ലൈ ചെയ്യാണ്? ഒരു യൂണിറ്റ് ലോഡ് ഞാൻ അപ്ലൈ ചെയ്യണം. ഇതെവിടെയായിരുന്നു? പോയിന്റ് 1ലായിരുന്നു. ഇനി ഞാൻ പോയിന്റ് 2ൽ ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണ് എങ്കിൽ എനിക്ക് 1 എന്ന പോയിന്റിൽ കിട്ടുന്ന ഫ്ലെക്സിബിലിറ്റി എന്തായിരിക്കും? F12 ആയിരിക്കും. കാരണം എന്താ? ഫ്ലെക്സിബിലിറ്റി അറ്റ് 1 ഡ്യൂ ടു ലോഡ് അറ്റ് 2. അപ്പൊ ഇവിടെ ഈ പോയിന്റിൽ എന്തായിരിക്കും? F22 ഫ്ലെക്സിബിലിറ്റി അറ്റ് 2 ഡ്യൂ ടു ലോഡ് അറ്റ് 2 ആയിരിക്കും. മൂന്നാമത്തെ പോയിന്റിൽ F32 ആണ് ഫ്ലെക്സിബിലിറ്റി അറ്റ് 3 ഡ്യൂ ടു ലോഡ് അറ്റ് 2. ഓരോ കറസ്പോണ്ടിങ് ഞാൻ മെൻഷൻ ചെയ്തു. F11, F22, F32 എന്ന് പറയുന്നതായിരിക്കും സെക്കൻഡ് പോയിന്റിൽ ഞാൻ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫ്ലെക്സിബിലിറ്റി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പോയിന്റിൽ ഞാൻ ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴോ എന്തായിരിക്കും? F13, F23, F33 എന്ന് പറയുന്നതായിരിക്കും മൂന്നാമത്തെ പോയിന്റിലുള്ള ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഏതൊക്കെയാ? F13 ഫ്ലെക്സിബിലിറ്റി അറ്റ് 1 ഡ്യൂ ടു ലോഡ് അറ്റ് 3, ഫ്ലെക്സിബിലിറ്റി അറ്റ് 2 ഡ്യൂ ടു ലോഡ് അറ്റ് 3, ഫ്ലെക്സിബിലിറ്റി അറ്റ് 3 ഡ്യൂ ടു ലോഡ് അറ്റ് 3 ആയിരിക്കും കറസ്പോണ്ടിങ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓരോ പോയിന്റിലെയും ഡിസ്പ്ലേസ്മെന്റ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ? ഓരോ പോയിന്റിലെയും ഡിസ്പ്ലേസ്മെന്റ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ എന്തായിരുന്നു? ഡെൽറ്റ ഈസ് ഈക്വൽ ടു F ഇൻറ്റു P ആണ് എന്നുള്ള കാര്യം എനിക്കറിയാം. അല്ലെങ്കിൽ D ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു F ഇൻറ്റു P ആണ് എന്നുള്ള കാര്യം എനിക്കറിയാം, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റിലെ ഡിസ്പ്ലേസ്മെന്റ് എനിക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? P1 ലോഡ് കാരണം ഇവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നുള്ള കാര്യം, അല്ലെ? P1 ഇൻറ്റു F11 എന്ന് പറയുന്നതായിരുന്നു ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. ഞാൻ എടുക്കുന്ന ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. പോയിന്റ് 1ൽ ഓരോ പോയിന്റിലായിട്ട് ലോഡ് മാറുമ്പോഴുണ്ടാകുന്ന ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഞാൻ പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് അറ്റ് പോയിന്റ് 1 എന്ന് വെച്ചാൽ എന്താ? D1 ഈസ് ഈക്വൽ ടു P1 ഇൻറ്റു F11 എന്നായിരിക്കും. P2 അടുത്ത പോയിന്റ് ഏതാ? ഇവിടെ എടുക്കുക. ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഈ കണ്ടീഷൻ എന്തായിരുന്നു? സെക്കൻഡ് പോയിന്റിലായിരുന്നു. ആദ്യത്തെ കണ്ടീഷൻ ഇവിടെ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്നു. അപ്പൊ എന്തായിരിക്കും? P1 ഇൻറ്റു F11. നെക്സ്റ്റ് ആണെങ്കിലോ P2 ഇൻറ്റു F12. P2 ഇൻറ്റു F12 ആയിരിക്കും രണ്ടാമത്തെ കണ്ടീഷൻ. അതായത് 2 എന്ന പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ. ഇനി മൂന്നാമത്തെ പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? P3 ഇൻറ്റു F13 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ലോഡ് ഇൻറ്റു ഫ്ലെക്സിബിലിറ്റി, കറസ്പോണ്ടിങ് ഫ്ലെക്സിബിലിറ്റി. അങ്ങനെയാണെങ്കിൽ പോയിന്റ് 2ന്റെ നോക്കാം. പോയിന്റ് 2 ആണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് P1 ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എത്രയാ? F21 ആണ്, അല്ലെ? അപ്പൊ P1 ഇൻറ്റു F21. രണ്ടാമത്തത് ഇവിടെ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എത്രയാ? P2 ഇൻറ്റു F22. P2 ഇൻറ്റു F22 ആണ്. മൂന്നാമത്തെ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴോ P3 ഇൻറ്റു F23 ആയിരിക്കും, അല്ലെ? P3 ഇൻറ്റു F23 ആയിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് പോയിന്റ് 3 എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? D3 ഈസ് ഈക്വൽ ടു 1ൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് P1 ഇൻറ്റു F31, P1 ഇൻറ്റു F31, P2 ഇൻറ്റു F32, P2 ഇൻറ്റു F32, P3 ഇവിടുത്തെ കണ്ടീഷൻ മൂന്നാമത്തെ കണ്ടീഷൻ P3 ഇൻറ്റു F33 ആയിരിക്കും. അങ്ങനെ എനിക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റും എനിക്കറിയാം, അല്ലെ?
ഇനി അങ്ങനെയാണെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷനെ എനിക്ക് മെട്രിക്സ് ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാമല്ലോ. ഈ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ എനിക്ക് എങ്ങോട്ട് കൺവെർട്ട് ചെയ്യാം? മെട്രിക്സ് ഫോമിലോട്ട് എനിക്ക് എന്ത് ചെയ്യാം? കൺവെർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിലോ D1 D2 D3 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സിംഗിൾ ഒറ്റ കോളം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ, 3 റോസ് ഉണ്ടാവുക. കാരണം D1 D2 D3 then it can be written as, അതായത് ഫ്ലെക്സിബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാം? മെട്രിക്സ് ഫോമിലോട്ട് എഴുതാം. അങ്ങനെയാണെങ്കിൽ F11 F12 F13 F21 F22 F23 F31 F32 F33 നെക്സ്റ്റ് വൺ ഇൻറ്റു P1 P2 P3. അപ്പൊ ഈ ഇരിക്കുന്ന ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യുന്നു? മെട്രിക്സ് ഫോമിലോട്ട് ഞാൻ മാറ്റുകയാണ്. നോക്കിയേ, D1 is equal to F11 into P1 F1 plus F12 into P2 then plus F13 into P3 കിട്ടൂലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഇക്വേഷൻ നേരെ എങ്ങോട്ടേക്ക് മാറ്റി? ഈ കാണുന്ന മെട്രിക്സ് ഫോമിലോട്ട് ഞാൻ മാറ്റി. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാമായിരിക്കണം, മെട്രിക്സ് അഡിഷൻ ഒക്കെ അറിയാമായിരിക്കും. നമുക്ക് അങ്ങോട്ട് പോകുന്ന ഓരോ പോർഷനിലോട്ട് പോകുമ്പോഴും ഫ്ലെക്സിബിലിറ്റി മെട്രിക്സും സ്റ്റിഫ്നെസ് മെട്രിക്സിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് അതൊക്കെ അത്യാവശ്യമായിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. നമുക്ക് ഇനി ഇതിൽ ഓരോന്നും എന്താണ് എന്നുള്ള കാര്യം നോക്കാം. ഓരോന്നും എന്ത് മെട്രിക്സ് ആണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഓരോ ഇൻഡിവിജ്വൽ ഓരോ പോയിന്റ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എടുത്തു. ആ ഡിസ്പ്ലേസ്മെന്റിൽ നിന്ന് എങ്ങനെയാണ് മെട്രിക്സ് ഫോം ചെയ്യുന്നുള്ള കാര്യം നമുക്ക് അറിയാം. സോ നമുക്ക് അവിടെ കിട്ടിയ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള മെട്രിക്സിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് എന്നും, ഫ്ലെക്സിബിലിറ്റീസ് നമ്മൾ അറേഞ്ച് ചെയ്ത മെട്രിക്സിനെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്നും, ഫോഴ്സിന്റെ മെട്രിക്സിനെ നമ്മൾ എന്തെന്നും പറയും? ഫോഴ്സ് മെട്രിക്സ് എന്നും പറയും. അതുപോലെ തന്നെ ഈ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിലുള്ള ഓരോ എലമെന്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഈ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിലുള്ള ഓരോ ടേംസിനെയും പറയുന്ന പേരാണ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്. അതായത് ഇപ്പൊ Fij എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. Fij എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്പ്ലേസ്മെന്റ് I പ്രൊഡ്യൂസ്ഡ് ബൈ യൂണിറ്റ് ഫോഴ്സ് അറ്റ് J. അതായത് J എന്ന പോയിന്റിൽ ഞാനൊരു യൂണിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ I എന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്. ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്താണ്? ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്പ്ലേസ്മെന്റ് I പ്രൊഡ്യൂസ്ഡ് ബൈ യൂണിറ്റ് ഫോഴ്സ് J. അപ്പൊ യൂണിറ്റ് ഫോഴ്സ് അറ്റ് J നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാ ഫോഴ്സസ് നമ്മൾ അവിടെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? ഈസ് കൺസിഡർഡ് ആസ് 0. ബാക്കിയുള്ള എല്ലാ ഫോഴ്സിനും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? 0 ആയിട്ട് കൺസിഡർ ചെയ്യും. ദ ഡയഗണൽ എലമെന്റ്സ് ഓഫ് ദ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്, അതായത് ഇപ്പൊ ഇത് എടുത്തു കഴിഞ്ഞാൽ F11 F22 F33, അതായത് ഈ പോയിന്റ്സിലൊക്കെ I ഈസ് ഈക്വൽ ടു J ആണ് അല്ലെ. I യും J എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഈ പോയിന്റ്സിലൊക്കെയുള്ള അല്ലെങ്കിൽ ഈ ഡയഗണൽ എലമെന്റ്സിനെ നമ്മൾ പറയുന്നതാണ് ഡയറക്റ്റ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്. ഈ ഡയഗണൽ എലമെന്റ്സ് F11 F22 F33 എന്നുള്ള ഡയഗണൽ എലമെന്റ്സിനെ പറയുന്ന പേരാണ് ഡയറക്റ്റ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്. ഈ ഡയറക്റ്റ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ ഫോം ചെയ്യുന്ന ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിലെ ഈ പറയുന്ന ഡയഗണൽ എലമെന്റ്സ് തന്നെ എന്തായിരിക്കും പറയുക? ഡയറക്റ്റ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നു. ഇതൊക്കെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഓഫ് ഡയഗണൽ എലമെന്റ്സ് അവിടെ ഉണ്ടല്ലോ. അതായത് ഇപ്പൊ ഈ പറയുന്ന F12 അല്ലെങ്കിൽ F13 അതുപോലെ F21 എന്നൊക്കെ പറയുന്ന ഓഫ് ഡയഗണൽ എലമെന്റ്സ് ഉണ്ട്. ഈ ഓഫ് ഡയഗണൽ എലമെന്റ്സിനെ നമ്മൾ പറയുന്നതാണ് ക്രോസ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്ന് പറയും. ഓഫ് ഡയഗണൽ എലമെന്റ്സിനെ പറയുന്നത് എന്താണ്? ക്രോസ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്നായിരിക്കും ഓഫ് ഡയഗണൽ എലമെന്റ്സിന് നമ്മൾ പറയുക. ഇനി ഈ ഓഫ് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താവാം? പോസിറ്റീവും ആകാം, നെഗറ്റീവ് ആവാം. അതേസമയം ഡയറക്റ്റ് ഇൻഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ക്രോസ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കാം. പിന്നെ നമ്മൾ ഈ ഫോം ചെയ്യുന്ന ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വിൽ ബി എ സ്ക്വയർ മെട്രിക്സ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ത് എന്നുള്ളതിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്? എങ്ങനെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് നമ്മൾ ഫോം ചെയ്തു? ദെൻ എന്താണ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്? എന്താണ് ഡയറക്റ്റ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്? എന്താണ് ക്രോസ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്.